ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു നോൺ വെജ് ലഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അരി കുറച്ച് നേരം കുതിർത്ത് വയ്ക്കാം. അപ്പോൾ എളുപ്പത്തിൽ വേവുകയും ചെയ്യും. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. ഞാനിവിടെ ചൂടുവെള്ളത്തിലാണ് അരി കുതിർക്കുന്നത്. ഒരു അരമണിക്കൂർ മുതൽ ഒരു 45 മിനിറ്റ് വരെ കുതിർത്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഇരട്ടിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാവയ്ക്ക ഇവിടെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു കടായി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം. പാവയ്ക്ക ഓൾറെഡി വെന്തത് കൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ഇത് നന്നായി ഒന്ന് ഫ്രൈ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പാവയ്ക്ക പകുതിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്കിനി ബീൻസ് തോരൻ വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് നന്നായി ചതച്ചിട്ടുണ്ട്. ഇത് ഫ്രീസ് ചെയ്ത കോക്കനട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഒരു കടായി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഒരുപാട് മൂക്കൊന്നും വേണ്ട. ഇനി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം താളിച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാനിവിടെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോരനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം അരി ഊറ്റിയെടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ അരി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ റബ്ബർ ഊരിയതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയാം. ഇനി വെള്ളം വാർന്നു പോകുന്നത് വരെ കുക്കർ ഇങ്ങനെ വെച്ചേക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചോറും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ വറുക്കുന്നതിലോട്ട് നോക്കാം. ഇവിടെ ഞാൻ അയലയാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക്, ആവശ്യത്തിനുള്ള മുളക്, പിന്നെ കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് മീനിലെല്ലാം ഒന്ന് പുരട്ടി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ മീനിനകത്ത് ഈ അരപ്പ് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു മോരുകറി ഉണ്ടാക്കാം. തേങ്ങയൊന്നും അരയ്ക്കാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈര് നുടച്ചെടുത്തിട്ടുണ്ട്. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്.
മോര് താളിക്കാനായിട്ട് ഒരു കടായി വയ്ക്കുക. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് കൂടി ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി ഒരു ചെറിയതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിക്കാം. ആവശ്യത്തിനുള്ള വറ്റൽമുളക് കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. ഞാൻ ഇവിടെയും ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഈ വെള്ളം ചൂടായി കഴിയുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ മോരുകറി ചൂടാവുന്നത് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ചൂടായി കഴിയുമ്പോൾ ഈ തവിയുടെ പുറത്തുകൂടെ ആവി പോകും. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പോൾ ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇതൊരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് കൂടി വേവിക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു നല്ലൊരു ഫ്ലേവറും ഇത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും. അങ്ങനെ നമ്മുടെ വറുത്ത മീനും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു ലഞ്ച് മെനു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്.